ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഇന്ത്യയിൽ ഉണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ഹർ പേയ്മെന്റ് ഡിജിറ്റൽ മിഷൻ. പണത്തിന്റെ ഡിജിറ്റൽ ക്രയവിക്രയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി 2023 മാർച്ചിൽ ഭാരതീയ റിസർവ് ബാങ്ക് തുടക്കമിട്ട സംരംഭമാണ് ഹർ പേയ്മെന്റ് ഡിജിറ്റൽ. ഡിജിറ്റൽ പേയ്മെന്റ് അപ്നാവോ, ഓരോങ്കോ ബി സിക്കാവോ ഈ സംരംഭത്തിന്റെ തീം. 2022 ഡിസംബർ മുതൽ ഇന്ത്യയിൽ പ്രതിമാസം 1000 കോടിയിലേറെ രൂപയുടെ ഡിജിറ്റൽ പണമിടപാടുകളാണ് ഓരോ മാസവും നടക്കുന്നത്. ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ് 2023 മാർച്ചിൽ തുടക്കമിട്ട വിശാലമായ ഹരിതവത്കരണ സംരംഭമാണ് ആരവല്ലി ഹരിത ഭിത്തി പദ്ധതി. 4 സംസ്ഥാനങ്ങളിലായി ആരവല്ലി നിരയുടെ 5 കിലോമീറ്റർ വീതം വരുന്ന ബഫർ മേഖലകളെ ഹരിതാഭമാക്കാനുള്ള സംരംഭമാണിത്. വനവത്കരണം, തണ്ണീർത്തടങ്ങളുടെ വീണ്ടെടുപ്പ്, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കൽ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങളാണ്. മരുവത്കരണം, മണ്ണിന്റെ ഗുണമേന്മ നഷ്ടമാകൽ എന്നിവയ്ക്കെതിരെയുള്ള ഹരിത ഇടനാഴിയാണ് ആരവല്ലി ഗ്രീൻ വാൾ. ബാഷോളി പെയിന്റിംഗ് സൂചിക പദവി. 2023 മാർച്ച് 31 ഭൗമ സൂചിക പദവി ലഭിച്ച ജമ്മു കാശ്മീരിലെ പെയിന്റിംഗ് ആണ് ബാഷോളി പെയിന്റിംഗ്. ജമ്മു കാശ്മീരിലെ കാത്തുവ ജില്ലയിലാണ് ഈ പെയിന്റിംഗ് രീതി പ്രചാരത്തിലുള്ളത്. നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകത്തിലെ ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധരുദ്ധ സ്വാമിജി സ്റ്റേഷനിൽ 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷനിലെ 8ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളം 1507 മീറ്ററാണ്. ഇതാണ് നീളം കൂടിയ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ റെക്കോർഡിട്ടത്. സെക്രട്ടേറിയറ്റ് അംബേദ്കറുടെ പേരിൽ. തെലങ്കാന സംസ്ഥാനത്തിന്റെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം 2023 ഏപ്രിൽ 30 ഉദ്ഘാടനം ചെയ്തു. ഹൈദരാബാദിൽ 27.9 ഏക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ശിവജിയുടെ കടാരയും ടിപ്പുവിന്റെ വാളും. മറാത്ത നേതാവ് ശിവജിയുടെ പ്രസിദ്ധമായ കടാരയാണ് വാഗ്നാഗ്. പുലിനഖത്തിന്റെ ആകൃതിയുള്ള ഈ കടാര ഉപയോഗിച്ചാണ് ശിവജി ബീജാപ്പൂർ സുൽത്താന്റെ പടത്തലവനായിരുന്ന അഫ്സൽ ഖാനെ 1659 വധിച്ചത്. ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന വാഗ്നാഗിനെ തിരികെ ഇന്ത്യയിലെത്തിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ നടപടികൾ ആരംഭിച്ചു. മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താന്റെ കിടപ്പുമുറിയെ അലങ്കരിച്ചിരുന്ന വാൾ 2023 മെയ്യിൽ ബ്രിട്ടനിൽ നടന്ന ലേലത്തിൽ 143 കോടി രൂപയ്ക്ക് വിറ്റുപോയി. സ്വർണം പൂശിയ ഉരുക്കുവാളിനെ സുലേഖ എന്നാണ് വിളിച്ചിരുന്നത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് പുതിയ പേര്. ദേശീയ ആരോഗ്യ ദൗത്യം അഥവാ നാഷണൽ ഹെൽത്ത് മിഷന്റെ പേര് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നാക്കി മാറ്റി. 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന പേരിലാണ് ദൗത്യം ആരംഭിച്ചത്. 2013 മിഷനിലേക്ക് നഗര മിഷനെ കൂടി ഉൾപ്പെടുത്തി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.